ഇന്ന് നമുക്കൊരു താള് കറി വെക്കാം. നമുക്ക് പറമ്പിലൊക്കെ ഉണ്ടാവുന്നതാണ് താള്. അതിൻ്റെ തണ്ട് മുറിച്ചിട്ട് ഇതേപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് താളും തവരയും പത്തലൊക്കെ നമുക്ക് കഴിക്കേണ്ട സമയമാണ്. നമ്മൾ ഇതേപോലെ നീളനെ മുറുക്കിയിട്ട് നന്നായി കഴുകിയിട്ട് നമുക്ക് ഉപ്പും മഞ്ഞളും കുറച്ച് പുളിയും കൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഉപ്പും പുളിയൊക്കെ ഒഴിച്ചാൽ വേവില്ല എന്ന് പറയും. അതൊക്കെ വെറുതെ പറയാട്ടാ, നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഉപ്പും പുളിയൊന്നും ഒപ്പം ഒഴിക്കാൻ സമ്മതിക്കില്ല. ഇതേപോലെ നമ്മൾ ഉപ്പിട്ടുണ്ട്, പുളി ഒഴിച്ചിട്ടുണ്ട്, ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കിയിട്ട് നമുക്കത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഇതിലേക്ക് വേണ്ടത് കുറച്ച് പരിപ്പ്. പരിപ്പ് നമുക്ക് നല്ലോണം സാമ്പാർക്കൊക്കെ വേവുന്ന പോലെ നല്ലോണം വെന്തുടയണ്ട, ഒന്ന് വെന്താൽ മതി. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പരിപ്പ് നമുക്കൊന്ന് കുക്കറിൽ അടിച്ചെടുക്കണം. നല്ലോണം വേവൊന്നും വേണ്ട, സാമ്പാറിന് വേവണ പോലെ വേവൊന്നും വേണ്ട, ഒന്ന് നല്ലോണം ഒന്ന് വെന്താൽ മതി. ഇതേപോലെ നമുക്കൊന്ന് 2-3 വിസിൽ വരുന്നേരം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ കണ്ട നമ്മുടെ താളൊക്കെ ഇവിടെ നല്ലോണം വെന്തുണ്ട്. ഉപ്പും പുളിയൊക്കെ ഒപ്പിട്ടിട്ടാണെങ്കിൽ നല്ലോണം വെന്തുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുക്കണം. അതിലേക്ക് 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഒരു 3-4 ചെറുള്ളി, ഗ്ലാസ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. നല്ലോണം വറവായാലും നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളകും പൊടിയും കൂട്ടി നന്നായി വറുത്തെടുക്കണം. കരിയാതെ വറക്കണം. നല്ലോണം വറവായാലാണ് നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. നമ്മളിത് വെള്ളം കൂട്ടാതെയാണ് അരക്കണത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ഇത് മൊരിയണം, തേങ്ങ നന്നായി മൊരിയണം. നമ്മുടെ പരിപ്പ് വെന്തുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് ഈ പരിപ്പ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ വെന്താൽ മതി. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ അരച്ചു കൊടുക്കുന്നുണ്ട്, വെള്ളം കൂട്ടാതെയാണ് അരച്ചെടുത്തേക്കുന്നത്. ഇതേപോലെ നമ്മൾ അരച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ താളിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു 4 ചെറുള്ളി നമുക്ക് നന്നായി അരിഞ്ഞ് അത് ഇതേപോലെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും ഒരു 2 ടീസ്പൂണ് സാമ്പാർ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ എണ്ണയിലേക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ടേസ്റ്റുള്ളൊരു കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക.